നമസ്കാരം, വെൽക്കം ബാക്ക് ടു ദ സെഷൻ. ഇന്ന് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദിവസങ്ങളിലായി നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഫണ്ടമെന്റൽ നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട് മനസ്സിൻ്റെ ക്രമീകരണവും വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു പോയി. എല്ലാവരും അത് ഡീറ്റെയിൽസ് ആയിട്ട് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയൊക്കെയോ കൺഫ്യൂഷൻസോ എവിടെയൊക്കെയോ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം തന്നെ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന കാര്യത്തിനടുത്ത് നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തത വന്നു, എത്രത്തോളം നിങ്ങൾക്ക് ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ അന്തർലീനമായി എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകൾ പഠിക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും, ഒക്കെ ചെയ്യും. പക്ഷേ അതിൽ നിന്നും നിങ്ങൾ ഉൾക്കൊള്ളുന്ന, നിങ്ങളുടേതാക്കി മാറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത് മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞാൻ ഏത് വഴിയാണോ ഉപയോഗിച്ചു വന്നത്, എനിക്കൊരു പുസ്തകം കിട്ടിയാൽ, ഞാനൊരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ അതിനെ പഠിച്ചു വരുമ്പോൾ എന്നിലേക്ക് ആവാഹിച്ചെടുക്കും, എന്നിലേക്ക് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ എൻ്റെതായ ഒരു വേർഷൻ അതിനകത്ത് വരും. ആ വേർഷനാണ് എനിക്ക് എന്നെ ഭാഗപ്പെടുത്താൻ പറ്റുന്ന ഏകപ്പം വഴി. അപ്പം അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ എല്ലാവരും ഇത് ആ രീതിയിൽ എടുത്തുകൊണ്ട് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. കാരണം ഇങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഏച്ചുകൂട്ടിയ പോലെ ഇരിക്കും. നമ്മൾ പറയാറില്ല, ഏച്ചുകൂട്ടിയത് മുളച്ചിരിക്കില്ല എന്ന് പറയുന്ന പോലെ, ആ പഴമൊഴി പോലെ തന്നെ നമ്മൾ നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ഇന്ന് വീണ്ടും ആകർഷണ നിയമത്തിന്റെ അടിസ്ഥാന തത്വത്തിലേക്ക് പോകും. ഞാൻ 10ഓളം ദിവസങ്ങളിൽ ഈ അടിസ്ഥാന തത്വം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 15 ദിവസങ്ങൾ, 10-12 ദിവസങ്ങളിൽ നമുക്ക് ടെക്നിക്കൽ പഠിക്കാം. ടെക്നിക്കൽ എന്താണ്, എങ്ങനെ ഇതിനെ കൂടുതൽ എളുപ്പത്തിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ചെറിയ ടെക്നിക്കുകളുണ്ട്. 2 കപ്പ് ടെക്നിക്കുകൾ, 111 ടെക്നിക്കുകൾ, 333 ടെക്നിക്കുകൾ, അങ്ങനെ ഒരുപാട് ടെക്നിക്കൽ. നേരത്തെ ഞാൻ പറഞ്ഞ മാനിഫെസ്റ്റ് ചെയ്ത് വിഷൻ ബോർഡ്, അഫർമേഷൻ, ജേർണൽ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് അല്ലാതെ ഷോർട്ട് ടെക്നിക്കൽ ഉണ്ട്, 888 ഇങ്ങനെയൊക്കെയുള്ളത്. അതൊക്കെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പഠിപ്പിക്കാം. അത് പഠിക്കണമെങ്കിലും അത് പ്രാവർത്തികമാക്കണമെങ്കിലും നിങ്ങൾ ഈ നിയമം അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇത് ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്തും അനായാസേന ഇതിലൂടെ നേടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സെഷനിൽ ഇന്ന് വീണ്ടും എന്താണ് ആകർഷണ നിയമം എന്ന ചോദ്യം തന്നെ ചോദിക്കാം, അല്ലേ? അതൊരു കുറേ സമയമെടുത്ത് പറയുന്ന ഒറ്റ വാക്കിൽ തീരുന്ന സംഭവം അല്ലല്ലോ. പല രീതികളിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത് കൊണ്ട് വീണ്ടും നമ്മൾ അത് തന്നെ ചോദിക്കുന്നു. ആകർഷണ നിയമം എന്നത് സാർവത്രിക തത്വമാണ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ഊർജവും ശ്രദ്ധയും നൽകുന്നതെന്തോ അതാണ് നിങ്ങളിലേക്ക് തിരികെ എത്തുക. വീണ്ടും ഒന്നുകൂടി പറയാം, നിങ്ങൾ നിങ്ങളുടെ ഊർജവും ശ്രദ്ധയും, എനർജി ആൻഡ് ഫോക്കസ് എവിടെയാണോ നൽകുന്നത് അതാണ് നിങ്ങളിലേക്ക് തിരികെ എത്തുക എന്ന്. വളരെ അണ്ടർലൈനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മിറാക്കിളുകളൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ഒന്നുകൂടി മനസ്സിലാക്കുക. നിങ്ങൾ പല വീഡിയോസിലും പല യൂട്യൂബ് ചാനലിലുമൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തേ ആകർഷണ നിയമം വരുന്നു, ഇതേ നിങ്ങൾക്ക് ഇത് ആകർഷിച്ചെടുക്കാമെന്നൊക്കെ കേൾക്കാം. ഇത് കേൾക്കാൻ സുഖമാണ്. പക്ഷെ ഇതിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തോ അത് നമ്മളിലേക്ക് വരുമെന്ന്. പക്ഷെ നമ്മൾ പലതും നമ്മൾ അറിയാതെ ആവുന്നു എന്നാണ്. പക്ഷെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് ആകർഷിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളുടെ അല്ലെങ്കിൽ സമൃദ്ധിയിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ
യാന്ത്രികമായി ആകർഷിക്കപ്പെടുന്നു. എന്നാൽ നിഷേധാത്മകമായ ചിന്തകളിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറവുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ എന്താ സംഭവിക്കുക? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിഷേധാത്മകതയെ ആകർഷിക്കുകയും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നും ഒഴിവായി പോവുകയും ചെയ്യും എന്നത്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇത്? വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് വേണ്ടതിനെ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടാത്തതിനെയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടതിൽ ശ്രദ്ധ കൊടുക്കുമ്പോഴും വേണ്ടാത്തതിലും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശ്രദ്ധ സ്പ്ലിറ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ സ്പെഷ്യൽ കാര്യങ്ങളായ നെഗറ്റിവിറ്റിയിലേക്ക് കൂടുതൽ താതാത്മ്യപ്പെടാൻ, കൂടുതലേക്ക് ചേരാൻ പോകാൻ അതിന് താല്പര്യപ്പെടുന്നത് കൊണ്ട് നമ്മൾക്ക് നെഗറ്റീവ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ന്യൂറോ സയൻസ് ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഞാൻ ഈ പറയുന്നതൊക്കെ സൈക്കോളജി മാത്രമല്ല, ന്യൂറോ സയൻസുകളും കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് ബ്രെയിനിന്റെ പാറ്റേൺ വർക്ക് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ സമയം കളയുന്നില്ല, കാരണം വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം ശ്രദ്ധ കലിക്കുക, ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് തലയിടാനേ പോകരുത്. ഓക്കെ, ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലായ ഒന്ന് നിങ്ങൾ താഴെ താങ്ക് യു എന്നൊന്ന് ടൈപ്പ് ചെയ്തേക്കും. ഗ്രാറ്റിറ്റ്യൂഡാണ് ഫണ്ടമെന്റൽ നിയമം എന്ന് പറഞ്ഞില്ലേ. താങ്ക് യു, ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലായാൽ ജസ്റ്റ് താങ്ക് യു ഒന്ന് താഴെ ഒന്ന് ടൈപ്പ് ചെയ്തേ കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് പ്രപഞ്ചം ആകർഷക നിയമം ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ലോകം മൊത്തം എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ലളിതമായി തന്നെ പറയാം. സമാനതകൾ പരസ്പരം ആകർഷിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആവേശം, ഉത്സാഹം, സന്തോഷം, സമാധാനം, അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ സമൃദ്ധി എന്നിവ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പോസിറ്റീവ് എനർജിയാണ് അയക്കുന്നത് എന്ന് മനസ്സിലാവും. അതാവട്ടെ, ആ പോസിറ്റീവ് എനർജി ഒരേ ഊർജ്ജസ്വലമായ തരംഗ ദൈർഘ്യത്തിൽ പ്രതിധ്വനീകരിക്കുന്ന ആളുകളെയും വിഭവങ്ങളെയും അവസരങ്ങളെയും ആകർഷിക്കും. നിങ്ങളുടെ ജീവിതപാതയിൽ അനായാസമായി കൊണ്ടുവരുന്ന ഈ ശുഭാപ്തി വിശ്വാസം നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ അനുവദിക്കുന്നു എന്നതാണ്. സമാനതകൾ പരസ്പരം ആകർഷിക്കപ്പെടും. അപ്പോൾ എന്താണ് സമാനതകൾ ആകർഷിക്കുന്നത്? നമുക്ക് വേണ്ടത് എന്താണ്? ആവേശം വേണം, ഉത്സാഹം വേണം, സന്തോഷം വേണം, സമാധാനം വേണം, അഭിനന്ദനങ്ങൾ വേണം, സമൃദ്ധി വേണം, ഐശ്വര്യം വേണം, അല്ലേ? ഇതെല്ലാം നമ്മൾക്കുണ്ടാവണമെങ്കിൽ നമ്മൾ അതിൻ്റെ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആ എനർജിയാണ് നമ്മളെ അതിലേക്ക് എത്തുക. അതാണ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. മറുവശത്ത് നമ്മൾ പറഞ്ഞു, മടുപ്പ്, ഉത്കണ്ഠ, ദേഷ്യം, നീരസം അല്ലെങ്കിൽ സങ്കടം ഇവയാണ് അനുഭവപ്പെടുന്നെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് എനർജി പുറപ്പെടുവിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് വെച്ചാൽ, തൊട്ട് താഴെ ഇതിനെ കൊണ്ട് തോട്ട്സിന്റെ ഒരു പ്രോസസ്സ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ഒരു ദിവസം ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, എങ്കിൽ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് ഇതാണ്. ആ നെഗറ്റീവ് എനർജി പോസിറ്റിവിറ്റിയെ പിന്തിരിപ്പിക്കുകയും അശുഭാപ്തി വിശ്വാസങ്ങളിലെയും സംഭവങ്ങളുടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിലെ ആകർഷണ നിയമം കണ്ടെത്താൻ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ആകർഷണ നിയമം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. പക്ഷേ ഉദാഹരണത്തിന് എപ്പോഴും പരാതിപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് പലരെയും കാണാറുണ്ട്, അല്ലേ? അപ്പോൾ ആ പരാതിപ്പെടുന്ന വ്യക്തി മറ്റുള്ളവരിൽ നിന്നും മോശം സ്വഭാവമുള്ള അനുയായികളുടെ കൂടെയോ ആൾക്കാരുടെ കൂടെയോ ആകർഷിച്ച് അവരിൽ കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ പോസിറ്റീവ് വൈബുള്ള ആൾക്കാർ അവരുടെ പ്രവർത്തന മേഖലയിൽ പോസിറ്റീവുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ഉന്നത നിലവാരം നേടിയ ആൾക്കാരുടെ കൂടെ ആയിരിക്കും അവരുടെ സഹവാസം എന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
നിങ്ങളുടെ കൂട്ട് ഏതാണോ അതൊന്ന് തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് രീതിയിലുള്ള ആളാണ്. ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ ഇത്രമാത്രം നോക്കിയാൽ നിങ്ങളുടെ കൂട്ടാളികളൊക്കെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണോ എങ്കിൽ നിങ്ങളും നെഗറ്റീവായിട്ട് ബന്ധപ്പെട്ട ആളാണ്. നിങ്ങളുടെ കൂട്ടുകാർ മുഴുവൻ പോസിറ്റീവായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ നിങ്ങളും പോസിറ്റീവുമായി ബന്ധപ്പെട്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ സാധിക്കില്ല. ഇതാണ് ഫണ്ടമെന്റൽ മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരും നിങ്ങൾ നകന്നു പോകുന്നു എങ്കിൽ ആ കൂട്ടുകാരെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അവരേത് തരക്കാരാണ്? അവർ നിങ്ങൾക്ക് തോന്നുകയാണ് അവർ നെഗറ്റിവിറ്റി ആൾക്കാരാണെങ്കിൽ അതിനർത്ഥം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള അർത്ഥം നിങ്ങളും അവരുമായിട്ടുള്ള എനർജി മാച്ച് ആവുന്നില്ല എന്നതാണ്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ്സിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു പോയിരുന്നുള്ളൂ, കാരണം ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഒരുപാട് പോകും. നിങ്ങൾ ഏത് തരത്തിലുള്ള ഊർജ്ജസ്വലമായ വൈബ്രേഷനാണ് അയക്കുന്നതെന്ന് പ്രപഞ്ചം ശ്രദ്ധിക്കുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയ വ്യക്തിയാണോ അല്ലയോ എന്നൊന്നും പ്രപഞ്ചം ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ നൽകുന്നതിനോട് അത് അല്ലെങ്കിൽ ചെയ്യുന്നതിനോട് പ്രതികരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇത്രയും മാത്രമേ പ്രപഞ്ചം ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ഊർജ്ജസ്വലമായ വൈബ്രേഷൻ മാറ്റുന്നതിലൂടെ പ്രപഞ്ചം നിങ്ങളോട് പ്രതികരിക്കുന്ന രീതി നിങ്ങൾക്ക് മാറ്റാനാവും. ഇത്രമാത്രം നമ്മൾ ചെയ്താൽ നമ്മളുടെ രീതി നമ്മൾ മാറ്റുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആഗ്രഹവുമായി പൊരുത്തപ്പെടുന്ന വൈബ്രേഷനുകൾ സൃഷ്ടിച്ച് അതിലേക്ക് ചായുക വഴി മാത്രമേ ഇത് സാധ്യമാവൂ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നത് നോക്കാം. എവിടെയാണ് നമ്മൾ മാറ്റപ്പെടുത്തേണ്ടത്? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും മാറ്റം വേണം, പക്ഷെ എവിടെയാണ് മാറ്റപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രത്യേക ഫലങ്ങൾ നിങ്ങൾക്ക് പ്രകടമാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഊർജം, എനർജി, ചിന്തകൾ, വികാരങ്ങൾ എന്നിവയെക്കുറിച്ചും അവയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും അതിന് രൂപപ്പെടുത്തുന്ന വ്യത്യസ്തമായ വഴികളെക്കുറിച്ചും ആഴത്തിൽ ബോധവാന്മാരായിരിക്കണം. വളരെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ഒന്നുകൂടി ചിന്തകൾ അല്ലെങ്കിൽ വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഒന്ന് ആലോചിക്കാം. അതിന് പൊതുവെ നമ്മൾ പറയുന്നതാണ് CBT എന്ന് പറയുന്ന ടെക്നിക്ക് രീതിയാണ്. CBT അതായത് ക്യാരക്ടർ, ഇമോഷൻ, തോട്ട്സ് എന്ന് പറയുന്ന സംഭവം. അത് ഉപയോഗിച്ച് ലക്ഷ്യങ്ങളിൽ പുരോഗതി കൈവരിക്കുകയും നിലനിർത്തുകയും പ്രചോദിതരായി തുടരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ തടസ്സങ്ങൾ തിരിച്ചറിയാനും പരിഹരിക്കാനും ആരോഗ്യകരമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നതിനുമായി ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെയാണ് നമ്മുടെ ചിന്തകൾ സംഭവിക്കുന്നത് മനസ്സിലാക്കണം. നമ്മുടെ ചിന്തകൾ ശക്തമായൊരു സംഭവമാണ്. സന്ദർഭത്തിന്റെ സമയങ്ങളിൽ ഇത് വളരെ പ്രകടമാകുകയും ചെയ്യും, അല്ലെ? ചില സമയത്ത് നമ്മുടെ ചിന്തകൾ എങ്ങനെ പറന്നു പോകും, അല്ലെ? ഒന്നും ശരിയാകുന്നില്ല, എല്ലാം കുഴപ്പത്തിലാകുന്നു, അല്ലേ? ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മുടെ ശ്രദ്ധകൾ പോകുന്നില്ലേ? അയ്യോ ഒന്നുമില്ല, ഒരു കാര്യം ശരിയായിട്ടില്ല, ഒരു കാര്യം നമുക്ക് ശരിയാവുന്നില്ല, ചെയ്തതെല്ലാം വിഷയങ്ങളാണ്. ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് തിരിയാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണെന്നറിയോ? എപ്പോഴും, എന്നും, ഒരിക്കലും, ആരും, എല്ലാവരും, അല്ലെങ്കിൽ ഓൾവേസ്, എവർ, നെവർ, നോബഡി, എവരിബഡി എന്നുള്ള വാക്കുകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ ചിന്തകളുടെ വേഗത കുറയ്ക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിങ്ങനെ വന്നു പോകും. സാധനം വരുമ്പോൾ അവിടെ അതിനെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റണം. ഞാൻ ഒന്നുകൂടി വാക്കുകൾ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും, എന്നും, ഒരിക്കലും, ആരും, എല്ലാവരും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞ ആൾവേസ്, എവർ, നെവർ, എനിബഡി, എവരിബഡി, നോബഡി എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അന്നേരം അതിനെ പിടിച്ചു നിർത്താൻ പറ്റണം. നോ, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഞങ്ങൾ വേറെ ടെക്നിക്ക് പഠിപ്പിക്കുന്നുണ്ട്, ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക്. ലെറ്റ് ഇറ്റ് ഗോ ഇതന്നെ ഒരിക്കലും അന്നേരം ഷിഫ്റ്റ് ചെയ്ത് കളയാം തോട്ട്സ്. പകരമോ അവിടെ എന്താ ചെയ്യുക? അതൊരു ചോദ്യമല്ലേ. ഈ ചിന്തകൾ വരുമ്പോൾ നമ്മൾ എന്താ പകരം ചെയ്യുക?
പകരം ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ആകാംക്ഷാഭരിതരാക്കാനുള്ള ചിന്തകളെക്കുറിച്ചും ജിജ്ഞാസുവായിരിക്കാനുള്ള ചില ഉദാഹരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക. എന്താണത്? ഇങ്ങനെ കാര്യം വരുമ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ എളുപ്പത്തിൽ പറയാം. കാര്യങ്ങൾ മുമ്പൊരിക്കലും പ്രവർത്തിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുക. ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ലേ? അതിനായിട്ടാണോ നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തുന്നത്? അല്ല. ലെറ്റ് ഇറ്റ് ഗോ. ഇതിനു മുമ്പ് ഇത് ശരി ഒരു സംഭവം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമുക്ക് ആലോചിക്കാം, ഇതിനു മുമ്പ് എനിക്ക് ലഭിച്ച കാര്യമാണല്ലോ, ലഭിക്കാത്തൊന്നുമല്ലല്ലോ. ഇറ്റ്സ് ഓക്കെ. ഞാൻ എന്തെങ്കിലും ചെയ്ത് വിജയം കണ്ട സമയമുണ്ടോ എന്ന് ആലോചിക്കാം. നമ്മൾക്ക് സന്തോഷം വരുന്ന കാര്യം അന്നേരം ആലോചിക്കുക. സന്തോഷം ഉണ്ടാക്കി തന്നൊരു സിറ്റുവേഷൻ ആലോചിക്കുക. ഇമാജിനേഷൻ അല്ല, കൃത്യമായി നമുക്ക് സംഭവിച്ച സമയത്ത് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതിൽ നിന്നിരിക്കുന്നു എന്നുള്ള. എല്ലായ്പ്പോഴും ഒരിക്കലും ആരും, എല്ലാവരും തുടങ്ങിയ വാക്കുകൾ നമ്മുടെ ചിന്തകളിൽ നിന്നും സാവധാനം അല്ലെങ്കിൽ താൽക്കാലികമായി നിലനിർത്തുക എന്ന് പറയുന്നത്, ഒഴിവാക്കുക. ശ്രദ്ധയും ജിജ്ഞാസയും പുലർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അടുത്തത് നമുക്ക് ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു പോകേണ്ട വിവരങ്ങൾ നൽകാൻ സഹായിക്കുന്നതാണ് അല്ലെ. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്കൊരു വികാരമുണ്ടാവുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കൊരു വിവരം നൽകാൻ, നമുക്കൊരു ഇൻഫർമേഷൻ നൽകാൻ നമ്മുടെ ബോഡി സന്നദ്ധമായി എന്നുള്ളതാണ്. അവിടെയാണ് ബോഡിയും നമ്മുടെ ചിന്തയും തമ്മിൽ കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ദേഷ്യം വരുന്നത്? കാരണമുണ്ട്, എവിടെയോ എനിക്കൊരു കുറവുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ ദേഷ്യം വരൂ, ഇല്ലാത്ത ദേഷ്യം വരില്ല. അപ്പോൾ ഇങ്ങനെ കോപം അസഹായകരവും ജീവിതത്തിൽ ചില മേഖലകളിൽ ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കേണ്ടതുണ്ടെന്ന് ഒരു വ്യക്തിയെ അറിയിക്കുന്ന കാര്യമാണ് എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ കൃത്യമായ ടെക്നിക്കൽ ഇതായിട്ടാണ് പറഞ്ഞത്, അബ്രിവേഷനായിട്ടാണ് പറഞ്ഞത്. ദേഷ്യം എന്ന് പറയുന്നത് സഹായകരമാണ്. എന്താണ്? ആരോഗ്യകര ചില ബോർഡറിങ് നമ്മൾ ജീവിതത്തിൽ നിലനിർത്തണം, കൊണ്ടുവരണം എന്ന് അറിയിക്കാനാണ്. അതിലൂടെയാണ് നമ്മൾ മാറേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ധൈര്യമില്ലായ്മ അല്ലെ, നമുക്ക് ഭയമുണ്ടാവും. ഒരു വ്യക്തി എന്താണ് ശ്രദ്ധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. വെറുതെ ഭയമുണ്ടാവുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അയാളുടെ ശ്രദ്ധ അതിലാണ് എന്നതാണ്. ഭയം സഹായകരമാണ്. കാരണം സുരക്ഷിതമായിരിക്കാൻ ഒരു വ്യക്തിയെ യഥാർത്ഥ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമാണ് ഭയം അല്ലേ. ഭയമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഭയമുള്ളത് കൊണ്ടല്ലേ നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്തും ചെയ്ത് കളയാതെ, ചാടിക്കൽ ചെയ്ത് കളയാതെ. ശ്രദ്ധിക്കുക. ഇപ്പോൾ വികാരങ്ങൾ മോശമല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വികാരങ്ങൾ ഉണ്ടാവട്ടെ, പക്ഷെ അവിടെയും നമ്മുടെ ബോധതലത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ രീതികൾ നമ്മൾ കൃത്യമായി നമ്മൾ അതിനെ വളരെയധികം കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ്. അപ്പോൾ ആളുകൾക്ക് വികാരങ്ങളോട് വെറുപ്പ് അനുഭവപ്പെടുന്നത് സാധാരണമാണ്. പക്ഷെ അത് പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ദേഷ്യവും സങ്കടവും നിർഭാഗ്യകരമായി യാഥാർത്ഥ്യമായി മനസ്സിലാക്കാതെ കണ്ട് അതിന് നമ്മൾ ഇഷ്ടപ്രകാരം കയറി വരുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ട് അതിനർത്ഥം ദേഷ്യം തോന്നുന്നത് ഒഴിവാക്കാൻ തീരുമാനിക്കുമ്പോൾ എല്ലായ്പ്പോഴും പൂർണ്ണ ശേഷിയിൽ സന്തോഷം പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോപം നമുക്ക് നിലനിർത്താൻ സാധിക്കണം. പക്ഷേ എപ്പോൾ എങ്ങനെ വേണമെന്നുള്ള പൂർണ്ണമായ ബോധം നമുക്കുണ്ടായാൽ, കോപം മരവിപ്പിച്ചാൽ കാലക്രമേണ സന്തോഷവും മരവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്ത് കോപത്തെ പിടിച്ചു നിർത്തുക എന്ന് മാത്രമാണ് ഒരു പോംവഴി. ഒരു കാര്യം പറയാം, ഈ രോഗശാന്തിയും പുരോഗതിയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ നടക്കുമല്ലേ, അനുഭവിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? എങ്ങനെയാണ് രോഗത്തിന് ശാന്തിയൊക്കെ വരുന്നത്? വളരെ സിമ്പിൾ അല്ലേ?
ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവൊന്ന് പറഞ്ഞു നോക്കുക. എങ്ങനെയാണ് ലോകം പുരോഗതിയിലേക്കും നമുക്ക് രോഗശാന്തിയൊക്കെ സംഭവിക്കുന്നതെന്നുള്ള ഒരു തോട്ട്സ് നിങ്ങൾക്ക് ഇട്ടുതരുന്നു. ശ്രദ്ധിക്കുക. വികാരങ്ങൾ തിരിച്ചറിയാൻ സഹായിച്ചതിന് അല്ലെങ്കിൽ വികാരങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് ആ വികാരം എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക. കോപത്തിന്റെ നിറം എന്തായിരിക്കും, അല്ലെങ്കിൽ കോപത്തിന് എത്ര സ്പേസ് കിട്ടും എന്ന് ആലോചിക്കുക. എങ്ങനെയാണത്? നിങ്ങൾക്ക് ഇപ്പോൾ കോപപ്പെടുമ്പോൾ ആ കോപപ്പെടുന്നതിൻ്റെ ശാരീരികമായി നിങ്ങൾ എങ്ങനെയാണ് അതിനെ കാണിക്കുന്നത്, നിങ്ങളുടെ പേശികൾ എത്രത്തോളം പിരിമുറുക്കമുള്ളതാണ്, ശരീരത്തിൻ്റെ താപനിലയിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നു എന്നൊക്കെ വളരെ വിശദമായി ശ്രദ്ധിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? 1 to 10 സ്കെയിൽ എടുക്കുക, എന്നിട്ട് ആലോചിക്കുക, ഇപ്പോഴെനിക്ക് ദേഷ്യം വന്നു, ഇത് എത്രയാണ് എന്നെ ആ സ്കെയിലിൽ എത്രയാണ് എനിക്ക് ദേഷ്യത്തെ നോട്ട് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ ബോധതലത്തിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണ്, അല്ല വെറുതെ സംഭവിക്കുന്ന കാര്യമല്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ വികാരം മോശമല്ല എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെറിയ കാര്യം മാത്രം പറഞ്ഞു പോവാം. ഈ ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുക എന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം. തുടർന്ന് ആന്തരിക ചിന്താ പ്രക്രിയയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക. അത് വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ വികാരങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഈസി ആയില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്ക് ദേഷ്യമില്ലാതെയും സങ്കടമില്ലാതെയും സന്തോഷമില്ലായ്മയും ഒക്കെ ജീവിക്കാൻ പറ്റുമെന്ന്? ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. ശരീരം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരത്തിൽ എല്ലാ ഹോർമോൺസുകളും കൃത്യമായി വർക്ക് ചെയ്താൽ മാത്രമേ ശരീരം നന്നായി നിലനിന്ന് പോവുകയുള്ളൂ. അപ്പോൾ അതിനർത്ഥം ദേഷ്യമില്ലായ്മയാണ്, കോർട്ടിസോൾ ഇല്ലാതാവണമെന്നല്ല, കോർട്ടിസോളിനെ പട്ടിണിക്കിട്ട് ഇല്ലാതാക്കുകയാണ് ചെയ്യേണ്ടത്. ദേഷ്യത്തെ ഉണ്ടാവുമ്പോഴും അതിനെ വേണ്ട, അതവിടെ നിന്നോ, എനിക്ക് ആവശ്യം സന്തോഷമാണെന്ന് അതിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അന്ന് പറയാം, നീ കോപമൊക്കെ വന്നോ, പക്ഷെ ഞാനിപ്പോൾ പ്രതികരിക്കില്ല, എൻ്റെ ഇതിലൊന്നും മാറ്റം ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ നിൽക്കാൻ പറ്റും എന്ന് നമ്മൾ എന്നാണോ പറയാൻ തുടങ്ങുന്നത്, അപ്പോഴാണ് നമ്മൾ വിജയിക്കുക. അല്ലെങ്കിൽ അത് വിജയിക്കും, നമ്മൾ തോൽക്കും. എന്താണ് ആവശ്യം? നമ്മളാണോ വിജയിക്കേണ്ടത്, അതാണോ വിജയിക്കുന്നത് മാത്രം തീരുമാനിക്കുക. വിജയം നമ്മൾക്ക് മാത്രമായിരിക്കണം, അല്ലേ? എൻ്റെ മനസ്സിൻ്റെ പരിപൂർണമായ ഉത്തരവാദി ഞാനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഓരോ മനുഷ്യനും അവനവൻ്റെ ജീവിതത്തിൻ്റെ ശില്പിയും നിർമ്മാതാവുമാണ് എന്ന് പൂർണ്ണമായി അംഗീകരിക്കുക. അപ്പോൾ ഇവർക്കൊന്നും അതിൽ കയറി വരാൻ പറ്റില്ല, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുക എന്നതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. താങ്ക് യു.